ഹലോ ഫ്രണ്ട്സ്, 100 ഡേയ്സ് മൈ പ്രിൻസ് എപ്പിസോഡ് 13 സ്റ്റാർട്ട് ചെയ്യുന്നത് ലിയോളാണെങ്കിൽ ഇങ്ങനെ വീടിന്റെ പുറത്ത് ആകെ വണ്ടറടിച്ചു നിൽക്കുന്നതും അതിനുശേഷം ഇവൻ വീടിന്റെ ഉള്ളിൽ കയറി പരിശോധിക്കുന്ന ടൈമിൽ ഇവള് നൈസായിട്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നുണ്ട്. ആ ടൈമിൽ ഇവളുടെ ഡ്രസ്സിന്റെ എന്തോ ഒന്ന് കൊളുത്തി പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുന്ന ലിയോളാണെങ്കിൽ തൊട്ടു പിന്നാലെ ഓടി വന്ന് ഇവളോട് അവിടെ നിൽക്കാൻ പറയുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ ഒരു നിവൃത്തിയില്ലാതെ വരുന്നുണ്ട്. ഹോങ്ഷിം ആണെങ്കിൽ ഈ രാജ്യത്തിന്റെ രാജകുമാരന് ഇവിടെ എന്താ കാര്യം, എന്താ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് ഇവൻ തിരിച്ചു പറയുന്നത്. ഇത് കേൾക്കുന്ന ഹോങ്ഷിം ആണെങ്കിൽ ശരി, അങ്ങനെ തന്നെയാണെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്നെ നിങ്ങളുടെ കോക്യുബൈൻ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് വിളിച്ച് ചോദിക്കുന്നതും ഇവനാണെങ്കിൽ എന്താ എനിക്കങ്ങനെ ആക്കിക്കൂടെ, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രിൻസ് ആണെന്ന് പറയുന്ന ടൈമിൽ ഹോങ്ഷിം അവിടെ ചോദിക്കുന്നുണ്ട് ഒരു രാജ്യത്തിന്റെ പ്രിൻസ് ആയതിനു ശേഷം ആദ്യം ചെയ്യാവുന്ന കാര്യം ഇതാണോ എന്ന്. അപ്പൊ ഇത് കേൾക്കുന്ന ഇവനാണെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ പിരിയുന്നതിൽ നിനക്കൊരു വിഷമവും ഇല്ലേ, നമ്മൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നില്ലേ, അപ്പോൾ പിന്നെ ആ ഒരു ഫീലിങ്സ് ഒക്കെ എന്തായിരുന്നു എന്ന് ഇവൻ ചോദിക്കുന്നതും നിങ്ങൾ ഇവിടെ വന്നത് പ്രിൻസസിനെ അറിയൂ എന്നാണ് ഇവൾ തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഇനി ഒരടി മുന്നോട്ട് വെക്കരുത്, ഞാൻ നമ്മുടെ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, എന്നെ ഇനി കാണരുതെന്ന് പറഞ്ഞ് അവൾ വളരെ ദേഷ്യത്തിലാണ് അവിടെ നിന്ന് പോകുന്നത്. ഇവനാണെങ്കിൽ ഇതെല്ലാം കേട്ട് വണ്ടറടിച്ച് ആകെ വിഷമത്തിൽ നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ഹോങ്ഷിം ആണെങ്കിൽ ഇത്രയും ധൈര്യം സംഭരിച്ച് പറഞ്ഞതാണ് പാവം പിന്നീട് അവിടെ കിടന്ന് കരയുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവൾക്കിതൊന്നും സഹിക്കാൻ കഴിയാതെ ഇവൾ തിരിച്ചു പോകുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ബ്രദർ ആണെങ്കിൽ ഇവളെ തടയുന്നുണ്ട്. അപ്പോൾ ഹോങ്ഷിം ആണെങ്കിൽ എനിക്ക് ഒരിക്കലും അവനെ ഈ ഒരു അവസ്ഥയിൽ തിരിച്ചുവിടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ തിരിച്ചു വിടണം, അത് രാജകുമാരനാണ് എന്ന് ബ്രദർ പറയുന്നതും ഇവളാണെങ്കിൽ എനിക്ക് ഒരിക്കലും അവനെ മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ കരയുന്ന ഒരു സാഡ് സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ അങ്ങോട്ട് വരുന്ന ഹ്യൂക്ക് ആണെങ്കിൽ അങ്ങ് എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകണം എന്നവിടെ പറയുന്നുണ്ട്. എന്നാൽ ഇവൻ നേരെ പോകുന്നത് അവിടെ മജിസ്ട്രേറ്റ് ഓഫീസിലേക്ക് നമ്മുടെ ജയൂനെ കാണാനായിരിക്കും. ജയൂനാണെങ്കിൽ ഇവൻ അന്ന് കൊടുത്തിരുന്ന ആ സീക്രട്ട് ലെറ്ററില്ലേ അതിപ്പോ ഇവന് തന്നെ തിരിച്ചു കൊടുത്ത് ഇതിന്റെ ഉത്തരം എന്താണെന്ന് അറിയൂ എന്ന് ചോദിക്കുന്നുണ്ട്. ലിയോളാണെങ്കിൽ എന്താ നിനക്ക് ഇതിന്റെ ഉത്തരം അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത് നിങ്ങൾ എനിക്ക് വേണ്ടി തന്ന സീക്രട്ട് ലെറ്റർ ആണ്, പൂജയ്ക്ക് പോയ ടൈമിൽ നിങ്ങളെ എന്തോ ഒരു പ്രശ്നം അലട്ടിയിരുന്നു, അത് സോൾവ് ചെയ്തതിന്റെ പേരിലാണ് നിങ്ങൾ ഇതെനിക്ക് തന്നത്, ഇതൊരു ചൈനീസ് ലെറ്റർ ആണ്, ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഹീലാണ്, പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, അത് നിങ്ങൾ കണ്ടുപിടിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അപായപ്പെടുത്താൻ നോക്കിയത് ആരാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ജയൂൻ അവിടെ പറയുന്നതും ഇതൊക്കെ കേട്ട് ഇവൻ ശരിക്കും കൺഫ്യൂസ്ഡ് ആകുന്നുണ്ട്. അങ്ങനെ തിരിച്ചു പോകുന്ന ടൈമിൽ ലിയോളാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണമെന്നവിടെ പറയുന്നതും എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ജയൂനോട് ഹോങ്ഷിം എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും അവളെ നീ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നത് കേട്ട് ജയൂനാണെങ്കിൽ ഞാൻ ഈ രാജ്യത്തിന്റെ ഗവർണറാണ്, എനിക്ക് വേറെയും ഒരുപാട് പണികളുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ ഡിസ്മസ് ചെയ്യാം ഈ പൊസിഷനിൽ നിന്ന്, അപ്പോൾ നിനക്ക് കുറച്ചുകൂടി കൂടുതൽ സമയം ഉണ്ടാകുമല്ലോ എന്ന് ലിയോൾ പറയുന്നത് കേട്ട് അങ്ങ് എന്നെ പേടിപ്പിക്കുകയാണോ എന്നിവൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലിയോളാണെങ്കിൽ ഇതെന്റെ റിക്വസ്റ്റ് അല്ല ഓർഡർ ആണെന്ന് പറയുന്നതും ആ ഒരു ഓർഡർ അതവിടെ ജയൂനെ എതിർക്കാൻ കഴിയില്ല. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് ഹോങ്ഷിമിന്റെ ബ്രദർ ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന അച്ഛനാണെങ്കിൽ നൈസായിട്ട് ഇവനോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ബ്രദർ ആണെങ്കിൽ എന്റെ അനുജത്തിയെ ഇത്രയും കാലം സുരക്ഷിതമായി വളർത്തിയതിന് നന്ദി എന്നൊക്കെ പറയുന്ന ടൈമിൽ അച്ഛനാണെങ്കിൽ അവൾ അല്ലെങ്കിലും മിടുക്കിയില്ലേ, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടി വളർത്തേണ്ടിയൊന്നും വന്നിട്ടില്ലേ എന്ന് പറഞ്ഞ് ഹോങ്ഷിമിനെ പറ്റി വളരെ നന്നായി തന്നെ അച്ഛൻ സംസാരിക്കുന്നുണ്ട്. ആ ടൈമിൽ ബ്രദർ ആണെങ്കിൽ മുട്ടുകുത്തിയിരുന്ന് എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരാമോ എന്ന് അച്ഛനോട് ചോദിക്കുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. ഇതേ ടൈമിൽ കൊട്ടാരത്തിലാണെങ്കിലും നമ്മുടെ പ്രിൻസ് രാത്രി സമയത്ത് പുറത്തേക്ക് പോയല്ലോ, ഇത് കിങ് അറിയുന്നതും ഒരുപാട് നന്നായി തന്നെ അവിടെ ചൂടാകുന്നുണ്ട്. അതായത് ഇപ്പൊ തന്നെ ഒരു പട്ടാഭിഷേകം നടത്താനിരുന്നതാണ്, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് തിരിച്ചു നീ വന്നതും ഈ ഒരു പൊസിഷനിൽ നീ ഇരിക്കുന്നതും, എന്നിട്ടും നിന്നെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടോ, നിനക്ക് ഈ പൊസിഷന്റെ വാല്യൂ അറിയത്തില്ലേ എന്നൊക്കെ പറയുന്ന ടൈമിൽ അവിടെ ലിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ തിരിച്ചു വന്നതിൽ അച്ഛന് സന്തോഷമില്ലേ എന്ന്. ഇതുകൂടി കേൾക്കുമ്പോൾ കിങ്ങിനാകെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. അതായത് നിന്റെ ലൈഫ് ഇതിന് പുറത്ത് ഡേഞ്ചർ ആണ്, അതുകൊണ്ട് തന്നെ പേഴ്സണൽ സ്റ്റാഫ് ഇല്ലാതെ പുറത്തു പോകരുത് എന്നവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഇടയിൽ കയറി ഇടപെടുന്ന കിംചയാണെങ്കിൽ ഇത് അദ്ദേഹത്തിന്റെ തെറ്റല്ല, ഞാൻ അദ്ദേഹത്തെ ഒന്നുകൂടി നന്നായി നോക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ തെറ്റൊക്കെ അങ്ങ് ഏറ്റെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തു വരുന്ന ടൈമിൽ നമ്മുടെ ലിയോളാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ വലിച്ചഴിച്ചതിന് എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്ന ടൈമിൽ അത് കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ സേഫ്റ്റി ആയിട്ട് തന്നെ തിരിച്ചെത്തിയല്ലോ എന്നാണ് കിംച അവിടെ പറയുന്നത്. ഇയാൾ നല്ല പുള്ളിയായിട്ട് ഒരുപാട് അഭിനയിക്കുന്നുണ്ട്. ലിയോളാണെങ്കിൽ ഞാൻ എങ്ങോട്ടാ പോയതെന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ എന്ന് അവിടെ പറയുന്ന ടൈമിൽ കിംചയാണെങ്കിൽ എങ്ങോട്ട് പോയാലും നിങ്ങൾ സുരക്ഷിതമായി തിരിച്ചെത്തിയല്ലോ, എനിക്കത് മതി, ഇനി ഇങ്ങനെ പോകണമെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഏത് ടൈമിലായാലും ഞാൻ വരാമെന്ന് കിംച അവിടെ പറയുന്നതും അപ്പം നമ്മുടെ ലിയോളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളുടെ മകൾക്കോ അല്ലെങ്കിൽ എനിക്ക് പറക്കാനിരിക്കുന്ന എൻ്റെ കുഞ്ഞിനോ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഞാൻ അവരെ എന്നും സംരക്ഷിക്കുമെന്ന് പറയുന്നതും കിംചയാണെങ്കിൽ എനിക്ക് അവരുടെ കാര്യത്തിൽ ഒരു പേടിയില്ല, ഫസ്റ്റ് പ്രയോറിറ്റി എന്നും രാജകുമാരൻ തന്നെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഇമാതിരി ഡയലോഗൊക്കെയാണ് കിംച അടിച്ചു വിടുന്നത്. ഇത്രയും പറഞ്ഞ ഇതേ
ഇതേ കിംചയുടെ അസിസ്റ്റന്റ് തന്നെ ഈ രാജകുമാരൻ പുറത്തേക്ക് പോയല്ലോ, അതുകൊണ്ട് തന്നെ അതിലേതോ ഒരു പാവം സ്റ്റാഫിനെ ഇട്ടിട്ട് ചാട്ടവാറുകൊണ്ട് അടിക്കുന്നുണ്ട്. അവൻ ജസ്റ്റ് ഒന്ന് പുറത്തു പോയതിന് അനുഭവിക്കുന്നത് പാവം ഈ സ്റ്റാഫുകളായിരിക്കും. പിന്നീട് ലിയൂളാണെങ്കിൽ ഈ ലെറ്ററും പിടിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ഇവൻ ഒന്നും ഓർമ്മ വരുന്നില്ല. ഇതേ ടൈമിൽ തന്നെ ഹോങ്ഷിമും അച്ഛനും പിന്നെ ബ്രദറിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആ നല്ലൊരു സ്റ്റാഫില്ലേ, അയാളും കൂടിയിട്ടാണ് രാജ്യം വിടാൻ പോകുന്നത്. ഈ ടൈമിൽ ഹോങ്ഷിം ആണെങ്കിൽ എന്നാലും ബ്രദർ എന്തുകൊണ്ടാണ് വരാത്തത്, ആളവിടെ കറക്റ്റ് ടൈമിൽ എത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ടൈമിൽ അച്ഛനും ഈ സ്റ്റാഫും കിടന്നങ്ങ് പരുങ്ങുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ഹോങ്ഷിം ആണെങ്കിൽ ആൾ എവിടെ പോയി എന്നറിയാതെ ഞാൻ ഒരു അടി അങ്ങോട്ട് മുന്നോട്ട് വെക്കില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നിനും കഴിയുന്നില്ല. ഇതേ ടൈമിൽ കിം ആണെങ്കിൽ ലേറ്റ് ആയിട്ട് എണീക്കുന്നതും അയ്യോ ഇന്ന് എൻവോയ്സ് ഒക്കെ വരുന്നതാണ്, അതായത് എൻവോയ് എന്ന് പറഞ്ഞല്ലോ അടുത്ത രാജ്യത്തിലെ ഒരു വിശിഷ്ട വ്യക്തി, അപ്പോൾ അവരൊക്കെ വരുന്നതാണ്, അത് നേരത്തെ വിളിക്കേണ്ട ടൈം ഒരുപാട് ലേറ്റ് ആയി എന്ന് പറഞ്ഞ് ധൃതിപ്പെട്ടു പോകുന്ന ടൈമിലാണ് ഹോങ്ഷിമിൻ്റെ ബ്രദറെ കാണുന്നതും. ആഹാ താൻ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഹോങ്ഷിമിൻ്റെ ബ്രദർ ആണെങ്കിൽ കൊട്ടാരത്തിലേക്കാണോ എന്ന് അവിടെ ചോദിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ രാജാവിൻ്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യൂനിൻ്റെ സ്പൈ അവിടെ പറയുന്നുണ്ട്, അതായത് 2 വർഷം മുന്നേ ഇതുപോലെ തന്നെ ഇവർ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലാണ് രാജകുമാരൻ അവരോട് സംസാരിച്ചത്. അവർക്ക് വേണ്ടി രാജകുമാരൻ പ്രത്യേകം സമ്മാനമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ സമ്മാനം എന്ന് ഓർമ്മയില്ലേ, അതുപോലത്തെ സമ്മാനം തന്നെ ഇപ്രാവശ്യവും കൊടുത്താൽ മതി. എന്തായിരുന്നു ആ സംഭവം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അതായത് ഇവർ ജസ്റ്റ് നമ്മുടെ രാജകുമാരനെ ടെസ്റ്റ് ചെയ്യുകയാണ്. കിംചയുടെ സ്റ്റാഫും ഇത് കേൾക്കുമ്പോൾ ശരിക്കും പേടിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ലിയൂളാണെങ്കിൽ കൂളായിട്ട് ഞാൻ അങ്ങനെ സമ്മാനം കൊടുത്തത് കൊണ്ടല്ലല്ലോ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായത്, എൻ്റെ സംസാരത്തിലൂടെയല്ലേ, അതുകൊണ്ട് സമ്മാനത്തിന് ഇവിടെ പ്രസക്തി ഇല്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കിങ്ങിന് ചിരി വരുന്നുണ്ട്. ക്യൂനിൻ്റെ സൈഡിലുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഈ ഒരു മീറ്റിങ്ങിലും ഈ മീറ്റിങ്ങിനോടനുബന്ധിച്ച് ഒരു ഡിന്നറൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ കിംച പങ്കെടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ 2 വർഷം മുന്നേ തന്നെ ഇവർ തമ്മിൽ എന്തോ ഒരു വാക്കിൻ്റെ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്ക് കിംചേനെ അത്ര താല്പര്യമില്ല. ഇനി കിംച പങ്കെടുക്കുകയാണെങ്കിൽ അത് രാജകുമാരന് തന്നെ മോശമായിട്ട് സംഭവിക്കും എന്നൊക്കെ പറയുന്ന ടൈമിൽ ലിയൂളാണെങ്കിൽ 2 പേര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറി നിൽക്കുകയല്ല വേണ്ടത്, പകരം അത് നേർക്കുനേർ പറഞ്ഞ് ഒത്തുതീർപ്പാക്കണം എന്നൊക്കെ അവിടെ അമ്മായിച്ചിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ കിങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് കിംചയോട് ചോദിക്കുമ്പോൾ രാജകുമാരന് എന്തെങ്കിലും തരത്തിൽ ദോഷം വരികയാണെങ്കിൽ ഞാൻ ആ പരിപാടിക്ക് പങ്കെടുക്കുന്നില്ല എന്നവിടെ പറയുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം കിംചയും സ്റ്റാഫും നമ്മുടെ ലിയൂളിനെ കാണുന്നുണ്ട്. എന്തായാലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. 2 വർഷം മുന്നേ അവർ വരുന്ന ടൈമിൽ നിങ്ങൾ 2 പേരും പരസ്പരം കവിതകളൊക്കെ എഴുതിയിട്ട് കൈമാറിയിരുന്നു. ആ കവിത എഴുതിയത് എന്താണെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നതും ഈ സീൻ ഇവിടെ കട്ട് ചെയ്ത് ഇതേ ടൈമിൽ ക്യൂനിൻ്റെ ശിങ്കിടികളെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ ഞങ്ങൾക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, രാജകുമാരന് കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, ഒരു റെക്കോർഡ് പോലും വേണ്ടാത്ത മനുഷ്യനാണ്, എല്ലാം ഓർത്തെടുത്ത് പറയുന്ന ആളാണ്, ഇതെന്തു പറ്റിയെന്നൊക്കെ പറയുന്ന ടൈമിൽ മറ്റൊരു സ്റ്റാഫാണെങ്കിൽ ഞാൻ ഈ ഫാർമസിയിൽ അന്വേഷിച്ച സമയത്ത് ഇങ്ങനെ ആളുകൾ മറന്നു പോകുന്ന ഒരു അസുഖം ഉണ്ടാകാറുണ്ട്, അതിനെ അമ്നീഷ്യ എന്നാണ് പറയുന്നത്, അങ്ങനെയെങ്കിൽ നമ്മുടെ രാജകുമാരൻ ഇപ്പോൾ അമ്നീഷ്യയാണെന്നൊക്കെ പറയുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന നമ്മുടെ ക്യൂൻ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. അതായത് നമ്മുടെ രാജകുമാരൻ ഒരു ബോധവും ഇല്ലാണ്ട് ഓർമ്മയില്ലാതെ എങ്ങനെയാണ് അയാളിനെ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്, അതും കിംചയുടെ സഹായം പോലും ഇല്ലാതെ. എന്തായാലും എനിക്കത് കാണാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ ഒരു പരിപാടിയിൽ ഞാനൊരു ഗിഫ്റ്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്ത് ഗിഫ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ക്യൂനാണെങ്കിൽ അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഇതേ ടീമിൽ തന്നെ നമ്മുടെ കിംചയുടെ ആളുണ്ട്. ലിയൂളാണെങ്കിലോ ആ കവിത എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇവർ 2 പേരും ശരിക്കും അപ്സെറ്റ് ആകുന്നുണ്ട്. കിംചയാണെങ്കിൽ എന്തായാലും ഞാൻ അയാളെ പറ്റിയിട്ടുള്ള ഒരു ബയോ ശരിയാക്കിയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്തിനൊക്കെ പറ്റിയിട്ടാണ് സംസാരിച്ചത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോട്ടും തയ്യാറാക്കിയിട്ടുണ്ട്, ഇതൊക്കെ വായിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ബുക്കുകൾ ലിയൂളിന് കൈമാറുന്നുണ്ട്. ഇതേ ടൈമിൽ ലിയൂളാണെങ്കിൽ ഈ ഒരു മീറ്റിംഗ് നന്നായിട്ട് അവസാനിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ കിംചയാണെങ്കിൽ അങ്ങനെ ഒരു കേസ് വരുത്തേ ഇല്ല എന്നാണ് അവിടെ ഉറപ്പിച്ച് പറയുന്നത്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ലിയൂളും പ്രിൻസസും കണ്ടുമുട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രിൻസസ് ആണെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇവൻ മറ്റൊരിടത്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പ്രിൻസസ് ആണെങ്കിൽ എനിക്ക് കുറച്ച് സമയം മതി എന്നൊക്കെ പറഞ്ഞ് ഇവനോട് സംസാരിക്കാൻ ഒരു സമയം അവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇതേ ടൈമിൽ കിമ്മും ഹോങ്ഷിമിൻ്റെ ബ്രദറും ആണെങ്കിൽ കൊട്ടാരത്തിലെത്തുന്നതും എനിക്ക് കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്, എന്തായാലും പ്രിൻസസിൻ്റെ അടുത്തേക്ക് നീ പൊക്കോളൂ എന്നവിടെ പറയുന്നുണ്ട്. അതായത് ഹോങ്ഷിമിൻ്റെ ബ്രദർ പ്രിൻസസിനെ കാണാനാണ് വന്നിരിക്കുന്നത്. പ്രിൻസസ് ആണെങ്കിലോ ഇന്നലെ കുട്ടി ഒരുപാട് എന്നെ ചവിട്ടി, അവൻ ശരിക്കും നിങ്ങളെപ്പോലെയാണെന്നാണ് തോന്നുന്നത്, നിങ്ങളും പണ്ടിതുപോലെ ഒരുപാട് കുറുമ്പനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ലിയൂളാണെങ്കിൽ എന്നെപ്പറ്റി എൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നിനക്കറിയൂ എന്ന് പ്രിൻസസിനോട് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിൻസസ് ആണെങ്കിൽ പിന്നെ നല്ല വികൃതിയായിരുന്നു എന്ന് മാത്രമല്ല ഒരക്ഷരം പഠിക്കില്ലായിരുന്നു, ഏത് സമയവും പുറത്തായിരുന്നു, അതും പിള്ളേരൊത്ത് കളിച്ച് നടക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവനങ്ങ് ആകാംക്ഷയാവുന്നുണ്ട് കേട്ടോ. ഇനി എന്നെപ്പറ്റി എന്തൊക്കെ വേറെ അറിയുക എന്ന് ലിയൂൾ ചോദിക്കുന്നതും ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ല, ധൃതിപ്പെട്ട്
അങ്ങ് എവിടേക്കോ പോവുകയാണെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഹോങ്ഷിമിൻ്റെ ബ്രദറെ കാണുന്നതും ഇവൾ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ. ഇത് മനസ്സിലാക്കുന്ന ലിയൂളാണെങ്കിൽ ഇവനെ ഫോളോ ചെയ്യാൻ നോക്കുന്നത്. പ്രിൻസസ് ആണെങ്കിൽ പെട്ടെന്ന് അടവങ്ങ് മാറ്റി പിടിക്കുന്നുണ്ട്. തനിക്ക് വയ്യാതെയായി എന്ന് പറയുന്ന ടൈമിൽ ഇവന് പിന്നെ അവനെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പ്രിൻസസിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹോങ്ഷിമിൻ്റെ ബ്രദർ ആണെങ്കിലോ പെട്ടെന്ന് തന്നെ, അതായത് ലിയൂൾ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, അതുകൊണ്ട് അവിടെ നിന്ന് മാറി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ആ ട്രിപ്പൊക്കെ ക്യാൻസലാക്കി ഹോങ്ഷിമും അച്ഛനും ഇപ്പോൾ എത്തിയിരിക്കുന്നത് എവിടെയാണ്? ഹാൻഗ്യാങ്ങിലാണ്. അപ്പോൾ അവിടെ കടക്കുന്ന ടൈമിൽ ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലം ഒക്കെ ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ഐഡന്റിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഈ സ്റ്റാഫ് ആണെങ്കിൽ നിന്റെ വിവാഹം കഴിഞ്ഞതല്ലേ, എന്നിട്ട് ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആളിപ്പോൾ ഇവിടെ ഇല്ല എന്നൊക്കെയാണ് ഇവൾ പറയുന്നത്. അതിനുശേഷം ഇൻഫോർമേഷൻസ് ഒക്കെ തരാൻ പറയുമ്പോൾ ഇവരുടെ അടുത്ത് അത് ഉണ്ടായിരിക്കില്ല. എന്തോ ഈ സ്റ്റാഫിനാകെ ഡൗട്ട് തോന്നുന്നതും നിങ്ങൾ അകത്തേക്ക് പറഞ്ഞയക്കാൻ കഴിയില്ല, നിങ്ങളുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവർ ശരിക്കും പെട്ടുപോകുന്നുണ്ട്. ആ ടൈമിലാണ് അങ്ങോട്ട് ജയൂന് എത്തുന്നതും. ഇവനാണെങ്കിൽ ഇത് എനിക്കറിയാവുന്ന ആളുകളാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവരെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട്. അതിനുശേഷം ഇവർ രണ്ടുപേരും ജയൂനോട് നന്ദിയൊക്കെ പറയുന്ന ടൈമിൽ എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്, എന്തായാലും നിങ്ങൾക്കിപ്പോൾ അതുകൊണ്ട് ഉപകാരമായല്ലോ, അല്ല നിങ്ങളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ ഇവരോട് പറയുന്നുണ്ട്. അപ്പോൾ ഹോങ്ഷിമാണെങ്കിൽ ഇതിനോടകം നിങ്ങൾ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു, അതുകൊണ്ട് ഇനി അത് വേണ്ട, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്നൊക്കെ അവിടെ പറയുന്നതും ഇവനാണെങ്കിൽ എനിക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ലെങ്കിലോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ സോങ്ജോ വില്ലേജിലാണെങ്കിൽ മാസ്റ്റർ പാർക്ക് ഈ സാധാരണക്കാരെ ഉപദ്രവിക്കൽ നിർത്തിയിട്ടുണ്ടായിരിക്കില്ല. ആള് ഗുമസ്തനെ വിളിക്കുന്നതും ഗുമസ്തനാണെങ്കിൽ ഗവർണർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര പണിയാണ്, എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ടൈമിൽ ഇയാളുടെ അടുത്ത് വിറകുകളൊന്നുമില്ല. അപ്പോൾ ആൾക്കാരെ വിളിച്ച് വിറകുകളൊക്കെ വെട്ടി ഇയാളുടെ വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറയുകയാണ്. ഗുമസ്തനാണെങ്കിൽ ഇപ്പം അതിൻ്റെ ആവശ്യം എന്താ, മഴയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നതും നമ്മുടെ പാർക്കാണെങ്കിൽ അങ്ങ് ചൂടാകുന്നുണ്ട്. നീ ആരോടാ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത്, ഞാൻ കിംചയുടെ ആളാണെന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഇതേ ടൈമിൽ തന്നെ ഗുദോളുടെ വൈഫും ആ നെയ്ബർ ലേഡിയൊക്കെ ആകെ സങ്കടത്തിലിരിക്കുന്ന ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. ഹോങ്ഷിമിനെ എന്തായാലും കണ്ടുപിടിക്കണം, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അറിയണ്ടേ, ഞാൻ എന്തായാലും ഹാനിയാങ്ങിലേക്ക് പോവുകയാണെന്ന് ഗുദോളിൻ്റെ വൈഫ് പറയുന്ന ടൈമിൽ നീ എന്തൊക്കെയാ ഈ പറയുന്നത്, പാർക്ക് പറഞ്ഞത് നീ കേട്ടതല്ലേ, അവരെ പറ്റി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ശിക്ഷ കിട്ടുമെന്നൊക്കെ പറയുന്ന ടൈമിൽ എനിക്ക് അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണം. ഇനി വൂന്തൂക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഹോങ്ഷിം എന്തു പഴച്ചു, അവൾ പാവമല്ലേ, മാത്രമല്ല അവൾ ഇവനെ കല്യാണം കഴിക്കാൻ കാരണം തന്നെ ആ രാജകുമാരൻ കാരണമല്ലേ, അപ്പോൾ ശരിക്കും അയാളല്ലേ കുറ്റക്കാരൻ, അയാളെയല്ലേ ശിക്ഷിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഈ നെയ്ബർ ലേഡിക്കാകെ ടെൻഷൻ ആകുന്നുണ്ട്. കാരണം ഇവർക്കറിയാം വൂന്തൂക്ക് രാജകുമാരനാണെന്ന്, എന്നത് പറയാനും പറ്റുന്നില്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ലൊരു അടിയാകുന്നുണ്ട്. അതായത് ഹോങ്ഷിമിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഞാൻ എന്തായാലും ഹാനിയാങ്ങിലേക്ക് പോവുകയാണ്, നിനക്ക് വരണമെങ്കിൽ വരാം, അല്ലെങ്കിൽ എന്നെ ഡിവോഴ്സ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ അത്ര വിലയുള്ളൂ നിനക്ക് എന്നെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവർ തല്ലുകൂടുന്നത്. ആ ടൈമിലാണെങ്കിൽ ഈ നെയ്ബർ ലേഡി ഒരു നിവൃത്തിയില്ലാതെ അതെ ഞാനൊരു കാര്യം പറയട്ടെ, പറയേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇനി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, വൂന്തൂക്ക് ശരിക്കും ഈ രാജ്യത്തിൻ്റെ രാജകുമാരനാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഇവർ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഞാനിത് കേട്ടതാണ്, പക്ഷേ ഇതുവരെ ഇത് ആർക്കും അറിയില്ല എന്നൊക്കെ നല്ല സീക്രട്ടായിട്ട് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് പാർക്കിൻ്റെ വീട്ടിലേക്ക് ഇവരെ വിളിക്കാൻ വേണ്ടി വന്ന നമ്മുടെ ഗുമസ്തൻ ഇത് കേൾക്കുന്നതും നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇപ്പോൾ അവിടെ നിന്ന് തമാശ പറയാതെ ഞാൻ ഇത്രയും കാലം കളിപ്പിച്ച ആ വൂന്തൂക്ക് അത് രാജകുമാരനാണെന്നൊന്ന് ചോദിച്ച് അവിടെ അങ്ങ് നീലം പതിക്കുന്നുണ്ട്. കൊട്ടാരത്തിലാണെങ്കിലോ രാജകുമാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻവോയ്സ് ഉടനെ തന്നെ കൊട്ടാരത്തിൽ എത്തുമെന്ന്. ആ ടൈമിൽ കിംചയാണെങ്കിൽ പോയമൊക്കെ ആയിരിക്കും മിക്കവാറും നിങ്ങൾ സംസാരിക്കുക, അപ്പോൾ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ അവിടെ നമ്മുടെ ആളുകളുണ്ട്, അവരോട് ഹെൽപ്പ് ചോദിച്ചാൽ മതി എന്ന് കിംച പറയുന്നതും ലിയൂളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് തോന്നുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഈ എൻവോയും ആളുടെ മകനെയും കൂട്ടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ഇവരങ്ങനെ നേരിട്ട് സംസാരിക്കുന്നതും നിങ്ങൾ മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്, എന്തായാലും തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷേ ആളുകളെല്ലാം പറയുന്നത് നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പഴയ ആ രാജകുമാരനല്ല എന്നാണ്, എന്തായാലും എനിക്ക് നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ ലിയൂളാണെങ്കിൽ കൂളായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാരാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വന്ന എൻവോയി ആണെങ്കിൽ ഇതിൻ്റെ മകനാണ്, ഞാൻ ഇപ്രാവശ്യം ഇവനെ എൻ്റെ കൂടെ കൂട്ടിയതാണെന്ന് പറയുന്നതും ലിയൂളാണെങ്കിൽ എന്നൊരു കാര്യം ചെയ്യട്ടെ, ആളിവിടെ മൊത്തം ചുറ്റി നടക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് ഒരാളെ നിയമിക്കാം എന്നവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോങ്ഷിമിനെയും അച്ഛനെയും കൂട്ടി ജെയുൻ അവൻ്റെ വീട്ടിലാണ് കേട്ടോ എത്തുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു വീട് തന്നെയായിരിക്കും. ഇത് നിങ്ങളുടെ വീടാണോ, ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്കാണോ എന്നൊക്കെ ഇവർ ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും മരിച്ചു എന്നാണ് ജെയുൻ പറയുന്നത്. ഇത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ നിങ്ങൾക്കപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവൂല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവർ വീടിൻ്റെ ഉള്ളിൽ കയറി സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്ന ടൈമിൽ അച്ഛൻ കിടന്നുറങ്ങുന്നുണ്ട്. ഹോങ്ഷിമിന് ആ ടൈമിൽ ഈ ബാഗിൽ നിന്നൊരു പൗച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അത് ചേട്ടൻ ഇവൾ അറിയാതെ ആ ബാഗിൽ വെച്ചതാണ്, ഇത് അവൾ ആ കാട്ടിൽ വെച്ച് തന്നെ കണ്ടുപിടിച്ചിരുന്നു. ഇവളാണെങ്കിൽ ആ സ്റ്റാഫിനോട് ചോദിച്ചിരുന്നു നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, കാരണം ഇത്രയും വിലവെടുപ്പുള്ള ഗിഫ്റ്റ് ഒരാൾ തരണം എന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി അത്രയ്ക്കും റിസ്ക് ഉള്ളതായിരിക്കണം, നിങ്ങൾ ആളുകളെ കൊന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതും ഈ സ്റ്റാഫിനാണെങ്കിൽ ഒന്നും അങ്ങ് വിട്ടു പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇയാളാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പണി തന്ന ആളുകളൊക്കെ വലിയ വലിയ ആൾക്കാരായിരുന്നു, അങ്ങനെ ഗിഫ്റ്റ് തന്ന
വന്നതാന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ അടവൊന്നും തന്നെ ഹോങ്ഷിമിൻ്റെ അടുത്ത് വില പോകുന്നില്ല. അപ്പോൾ ഈ സ്റ്റാഫ് ആണെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെയാണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളുടെ ബ്രദറെ വേണ്ടാന്ന് വെക്കൂ എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒരിക്കലുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബ്രദറിനെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും എന്നാണ് ഇവൾ അവിടെ പറയുന്നത്. ആ ഒരു സീനാണ് ഇവൾ ആലോചിച്ചെടുക്കുന്നത്. അതിനുശേഷം ഇവൾ പുറത്ത് വരുമ്പോൾ ജെയ്യൂൻ അവിടെ വിറകൊക്കെ ഒതുക്കി വെക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. ഹോങ്ഷിം ആണെങ്കിൽ അല്ല, നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ സമയം പോവത്തില്ലേന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഭക്ഷണം വെക്കാൻ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടേ, നമുക്ക് പുറത്തു പോയാലോ എന്ന് ചോദിക്കുന്നതും ഇവർ രണ്ടുപേരും മാർക്കറ്റിലേക്ക് പോകുന്നതുമാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ വന്ന എൻവോയ് ഉണ്ടായിരിക്കുമല്ലോ, ആളുടെ മകനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നത് കിം ആയിരിക്കും. അപ്പോൾ ഈ യങ് മാസ്റ്റർ ആണെങ്കിൽ എൻ്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടാറുണ്ട് എനിക്ക്, നമുക്കിങ്ങനെ സ്റ്റാഫിൻ്റെ കൂടെ നടക്കാതെ കുറച്ച് സമയം ഒറ്റയ്ക്ക് നടന്നാലോ എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന കിം ആണെങ്കിൽ അയ്യോ എൻ്റെ അച്ഛൻ്റെ കാര്യം ഇതുപോലെ തന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എനിക്ക് ദേഷ്യം പിടിക്കും ചില സമയത്ത് എന്നൊക്കെ പറഞ്ഞ് ഇവർ സംസാരിക്കുന്നതും അപ്പോൾ ഈ യങ് മാസ്റ്റർ പറയുന്നുണ്ട്, അതായത് എനിക്കൊരു ലവർ ഉണ്ട്, ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങണമെന്നുണ്ട്, അതിനുവേണ്ടി കുറച്ച് സമയത്തേക്ക് ഈ സ്റ്റാഫിനെ മാറ്റി നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന ഈ കിം പൊട്ടനാണെങ്കിൽ അവിടെ ഒരു അടവ് പ്രയോഗിച്ച് ഇവരുടെ ശ്രദ്ധ തിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ യങ് മാസ്റ്ററോട് ഒരു സ്ഥലത്ത് പോയി മാറി നിൽക്കാൻ പറയുന്നുണ്ട്. എന്നാൽ കിം വന്ന് നോക്കുമ്പോൾ ആ സ്ഥലത്ത് ഈ യങ് മാസ്റ്ററെ കാണുന്നില്ല, ശരിക്കും താൻ പെട്ടുപോയി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ജെയ്യൂനാണെങ്കിൽ ഓഹോ, അപ്പോൾ നീ നിന്റെ ബ്രദറെ കണ്ടുപിടിക്കാനാണല്ലേ വന്നത്, അങ്ങനെയെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ആളുടെ ഒരു മുഖചിത്രം റെഡിയാക്കുക എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇത് കേൾക്കുന്ന ഹോങ്ഷിം ആണെങ്കിൽ എൻ്റെ ഈ കാര്യത്തിൽ നിങ്ങൾ എന്തായാലും ഇടപെടേണ്ട, ഇത് ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം എന്ന് നല്ല രീതിയിൽ അവിടെ പറയുന്നുണ്ട്. ഇതേ ടൈമിലാണ് അങ്ങോട്ട് കിം കരഞ്ഞുകൊണ്ട് ഓടി വരുന്നതും ഉണ്ടായ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതായത് എൻവോയ് വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മകനെ ഇതിലൂടെ നടത്തുന്ന ടൈമിലാണ് മിസ്സായതും, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ തന്നെ രാജകുമാരനെ എങ്ങനെയൊക്കെ പാര വെക്കാമെന്നാണ് ഓരോരുത്തർ വിചാരിക്കുന്നതും ആൾക്കെതിരെ ഓരോ കാര്യങ്ങൾ നീക്കുന്നതും, ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ പോയി എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതും ഇതൊക്കെ തന്നെ ഹോങ്ഷിം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജെയ്യൂനാണെങ്കിൽ ആളെ കണ്ട എങ്ങനെ ഇരിക്കും, നീ ടെൻഷൻ അടിക്കില്ലേ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതും അതിനുശേഷം ഉടനെ തന്നെ കൊട്ടാരത്തിലെത്തി രാജകുമാരനോട് വിവരം പറയാൻ ജെയ്യൂൻ അവിടെ പറയുന്നുണ്ട്. ജെയ്യൂനാണെങ്കിൽ പിന്നീട് അന്വേഷിക്കാൻ പോകുമ്പോൾ ഹോങ്ഷിം ആണെങ്കിൽ ഞാനും വരട്ടെ, ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ കൊട്ടാരത്തിലാണെങ്കിലോ ഈ എൻവോയ് പേപ്പറും പേനയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 2 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ ഒരു കവിത പരസ്പരം കൈമാറിയിരുന്നില്ലേ, അത് വീണ്ടും നമുക്ക് എഴുതിയാലോ എന്ന് ചോദിക്കുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ ലിയൂളാണെങ്കിൽ തീർച്ചയായിട്ടും, പക്ഷേ നമ്മൾ തമ്മിൽ എന്താ എഴുതിയെന്ന് നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് തന്നെ അത് എഴുതുന്ന ടൈമിൽ രണ്ടുപേരും ഒരുമിച്ച് എഴുതണം, അല്ലെങ്കിൽ ഞാൻ എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഞാൻ അന്ന് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് പറയാലോ എന്ന് ലിയൂൾ അവിടെ കോൺഫിഡൻസോട് കൂടി ചോദിക്കുന്നുണ്ട്. ഈ ടൈമിലാണ് കിം അങ്ങോട്ട് വരുന്നതും ഇദ്ദേഹത്തിൻ്റെ മകനെ കാണാനില്ല എന്ന് അവിടെ പറയുന്നതും ഇവരെല്ലാവരും ഷോക്കാകുന്നുണ്ട്. ഇതേ ടൈമിൽ ജെയ്യൂനാണെങ്കിൽ ആ യങ് മാസ്റ്റർ ഇത് ഓൾറെഡി പ്ലാൻ ചെയ്തതായിരിക്കുമോ, അത് ആരെങ്കിലും അവരെ തട്ടിക്കൊണ്ടു പോയതായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതും അവിടെയുള്ള ഒരാളോട് ഇങ്ങനെ ഇതിനൊരു ആൾ പോയിട്ടുണ്ടോ എന്നൊക്കെ ജെയ്യൂൻ ചോദിക്കുന്ന ടൈമിൽ ഒരു സ്ത്രീ പോയിട്ടുണ്ടായിരുന്നു, ആ സ്ത്രീനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ജെയ്യൂനാണെങ്കിൽ സ്ത്രീയല്ല പുരുഷനാണെന്ന് അവിടെ പറയുന്നതും ഇത് കേൾക്കുന്ന ഹോങ്ഷിം ആണെങ്കിൽ ചിലപ്പോൾ അത് സ്ത്രീ ആകാനും സാധ്യതയുണ്ടെന്ന് അവിടെയുള്ള ഒരു തുണിക്കട നോക്കി പറയുന്നുണ്ട്. കൊട്ടാരത്തിലാണെങ്കിലോ എൻവോയ് ആകെ ചൂടാവുകയാണ്. അതായത് ഇത്രയ്ക്കും സില്ലി ആയിട്ടാണോ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മകനെ കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളാണെങ്കിൽ ഉടനെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻവോയ് ആണെങ്കിൽ എന്താ പറയുന്നത്, രാജകുമാരൻ തന്നെ ആളെ കണ്ടുപിടിക്കണം എന്നാണ്, അതും ഇന്നത്തെ ഡിന്നർ പാർട്ടി കഴിയുന്നതിന് മുന്നേ തന്നെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ആക്ഷനും എടുക്കുമെന്ന് അവിടെ പറയുന്നതും ഇതൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാഫ് ശരിക്കും ചൂടാകുന്നുണ്ട്. അതായത് ഒരു രാജകുമാരൻ പുറത്തേക്ക് അന്വേഷിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഡേഞ്ചർ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രാജകുമാരൻ ആ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നുണ്ട്. രാത്രി ആ പരിപാടി കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മകനെ ഞാൻ തിരിച്ചെത്തിയിരിക്കും, അങ്ങനെ ചെയ്താൽ നിങ്ങൾ തിരിച്ചെനിക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അവിടെ രാജകുമാരൻ ചോദിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ജെയ്യൂനും ഹോങ്ഷിം ആണെങ്കിൽ അവിടെ ഒരു തുണിക്കട കണ്ടു എന്ന് പറഞ്ഞല്ലോ, അവിടെ വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആ ടൈമിൽ ആ ലേഡി പറയുന്നുണ്ട്, ഒരു ബോയ് ഇവിടെ വന്നിരുന്നു, വസ്ത്രം മാറി ഒരു സ്ത്രീ ആയിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അത് ശരിക്കും ഒരു സ്ത്രീ ആണായിട്ട് ഡ്രസ്സ് മാറിയതാണോ അതൊരാണ് സ്ത്രീ ആയിട്ട് ഡ്രസ്സ് മാറിയതാണോ എന്ന് തിരിച്ചറിയുന്നേ ഇല്ല എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ജെയ്യൂനാണെങ്കിൽ അപ്പോൾ അത് യങ് മാസ്റ്റർ അല്ല, ഒരു വുമൺ ആണ്, പിന്നെ എന്തിനായിരിക്കും ആ എൻവോയ് നുണ പറഞ്ഞതെന്ന് ഇവൻ ചിന്തിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഇവൻ കുറച്ച് ഗുണ്ടകളെ കാണുന്നത് കേട്ടോ. അതായത് അന്നൊരു പ്രാവശ്യം ഇവൻ ഹോങ്ഷിമിന് വേണ്ടിയിട്ട് ഒരു വിളക്ക് ഒഴുക്കി കളഞ്ഞിരുന്നില്ലേ, ആ ടൈമിൽ കുറച്ച് ഗുണ്ടകൾ അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ ആ ഗുണ്ടകൾ തന്നെയാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നതും ഇവരുടെ അടുത്തേക്ക് പോയിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഗുണ്ടകളോ അല്ലെങ്കിൽ വേറെ വല്ലവരാണെങ്കിൽ അത് ഇവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവരോട് പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയോ എന്ന്. അപ്പോൾ ഇവരാണെങ്കിൽ ഞങ്ങളുടെ മാസ്റ്റർ അതുപോലത്തെ പണിയൊന്നും ഞങ്ങളെ ഏൽപ്പിക്കാറില്ല എന്ന് പറയുന്നതും ഇവനാണെങ്കിൽ മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ ദേ ഈ നിൽക്കുന്ന പെൺകുട്ടിയുണ്ടല്ലോ അത് നിസ്സാരക്കാരിയൊന്നുമല്ല, ഒരു നല്ല പോരാളിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹോങ്ഷിമിനെ
ഇവനെ പറ്റിയാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഇവളാകെ വണ്ടറടിക്കുന്നുണ്ട്, ആര് ഞാനോ എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇവളാണെങ്കിൽ കയ്യിലുള്ള വാള് ജസ്റ്റ് ഇങ്ങനെ ഊരിയിട്ടൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഈ ഗുണ്ടകളാണെങ്കിൽ ഇത് കേട്ടിട്ട് ഒന്ന് ചെറുതായി പേടിക്കുന്നുണ്ട്. അതായത് ഇവർക്കറിയാം ഏത് ടീമാണ് ഇങ്ങനെ ഒരു ലേഡിയെ തട്ടിക്കൊണ്ടുപോയതെന്ന്.